അതെ ഗൈസ്, കാട്ടുമ്മയുടെ കമ്മൂട്ടിക്കായ, നമുക്കത് കല്ലുമ്മക്കായ. ഈ തവണ കുറച്ച് കല്ലുമ്മക്കായ കിട്ടിയപ്പോൾ വിചാരിച്ചു നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അകത്തെ വേസ്റ്റും പുറത്തെ വേസ്റ്റും ഒക്കെ കളഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാം. ഇപ്പോൾ കഴുകിയെടുത്ത കല്ലുമ്മക്കായയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, കോൺഫ്ലോർ, കുറച്ച് വെളിച്ചെണ്ണ ഇവയൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുനുകുനാന്നരിഞ്ഞ കറിവേപ്പില കൂടി ഇടാൻ മറക്കല്ലേ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. മിക്സ് ചെയ്ത് വന്നപ്പോൾ കളർ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പെറുക്കിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഇടുമ്പോൾ തന്നെ ചെറുതായിട്ട് പൊട്ടിത്തെറിക്കാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം മൂടി വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെയും മൂടി വെച്ചിട്ട് നമുക്ക് ചെറിയ തീയാക്കി ഫ്രൈ ചെയ്തെടുക്കാം. എന്താ ഇപ്പോൾ ഇതേപോലെ നല്ല കുറുമുറാന്ന് നമുക്ക് നമ്മുടെ കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫ്രൈ ചെയ്ത കല്ലുമ്മക്കായ്ക്ക് കൂട്ടിനായിട്ട് ഞാൻ നല്ല പുഴുങ്ങിയ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കല്ലുമ്മക്കായും കൂടി തട്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് വറ്റൽമുളക് ചുട്ടെടുത്ത ചമ്മന്തിയും കൂടി അരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചമ്മന്തിയും കൂടി വെച്ചിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. വളരെ ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. ഒരു ബീച്ചിന്റെ ശരീരമല്ല, അത് ഒരു കളീൻ്റെ അവിടെ വെച്ച് നമുക്ക് വയ്ക്കും. സൂപ്പർ.